ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ രാജ്യത്തെ വക്കീലന്മാരുടെ ദുരഹുന്യങ്ങളെ പറ്റിയാണ്. അവരുടെ ദുരിതമായ ജീവിതം, അവർ ഈ കാണുന്ന കാലങ്ങളെല്ലാം ഈ ജോലി ചെയ്തിട്ട് എന്താണ് നേടുന്നത്, എന്താണ് അവർക്ക് സമ്പാദ്യം ഉണ്ടാകുന്നത്, ഇതിലും നല്ലത് ഈ വക്കീലാകുന്നതിലും നല്ലത് കൂലിപ്പണിയാണോ എന്നാണ് എൻ്റെ ഒരു ചിന്ത. അത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ മനസ്സിലാകും. നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ +2 കഴിഞ്ഞ ശേഷം അവർ 5 വർഷത്തെ LLB ക്ലാസ് പഠിക്കേണ്ടതുണ്ട്. LLB ക്ലാസ് 5 വർഷം പഠിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ ലോ എന്നുള്ള നിയമവശങ്ങളെ പറ്റി പഠിക്കാനും അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതിനുശേഷം അവർക്ക് ബിരുദാനന്ദ ബിരുദം, അതിനകത്ത് വേറെ കാറ്റഗറി ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 3 വർഷം പഠിച്ചു കഴിഞ്ഞാലും LLB ലഭിക്കുന്നതാണ്. ഈ LLB അപ്പോൾ +2 കഴിഞ്ഞ ആൾ 5 വർഷം പഠിക്കുന്നു. LLB പഠിക്കുന്ന ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞവർ വീണ്ടും 2 വർഷം കൂടെ പഠിച്ചിട്ട് 3 വർഷം കൂടെ പഠിച്ചിട്ട് ശരാശരി 5 കൊല്ലം സാധാരണ +2 കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവർ 3 കൊല്ലം പഠിച്ചാണ് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ഇവരുടെ ദുരനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സങ്കടകരമാണ്. നമ്മൾ എത്ര ആലോചിച്ചാലും ഇവരുടെ ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോഴോ ഇവരുടെ ഭാവിയെ പറ്റി ഒരു ചിന്തയും ഇല്ലാതെയാണ് പുതിയ കുട്ടികൾ ഈ LLB എടുക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇപ്പോൾ ഉള്ള പ്രാക്ടീസ് ചെയ്യുന്ന ജൂനിയറായിട്ട് നിൽക്കുന്ന അഡ്വക്കേറ്റുമാർ ഈ വീഡിയോ കാണുക. നിലവിലെ വക്കീലന്മാർക്ക് ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ശരിയാണെങ്കിൽ ശരിയാന്ന് പറയുക. ഇത് ഞാൻ ആരെയും അവഹേളിക്കാനോ ആരെയും മോശപ്പെടുത്താനും പറയുന്നതല്ല. തീർച്ചയായും ഈ ജോലി ഈ രീതിയിൽ ചെയ്യുന്നതിലും നല്ലത് ഒരു കൂലിപ്പണിക്ക് പോയാൽ ശരാശരി ബംഗാളി നമ്മുടെ നാട്ടിൽ പണത് 1000 രൂപ കിട്ടും. ഇവർ കേരളത്തിന്റെ പുറത്തും കേരളത്തിനകത്തുമായിട്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ പോയി 5 വർഷം പഠിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് ഭാരിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് രൂപ ബാധ്യത വരുത്തി ലോൺ എടുത്ത് കടങ്ങൾ വരുത്തിയാണ് ഈ LLB വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നത്. ശരാശരി 3 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ ഇവർക്ക് പഠനകാലങ്ങളിൽ ഫീസ് ഇനത്തിൽ തന്നെ ചെലവാകുകയും കൂടാതെ ഇവരുടെ താമസം, വസ്ത്രം, ഭക്ഷണം, ബാക്കിയുള്ള അല്ലറ ചില്ലറകൾ ലക്ഷക്കണക്കിന് രൂപ, ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞ് LLB എടുക്കുന്ന സമയത്ത് സ്വകാര്യ മേഖലയിൽ പഠിക്കേണ്ടപ്പോൾ ആകുന്നുണ്ട്. പൊതുമേഖലകളിലും അതുപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചാൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷയില്ലാത്ത കുറെ കാലങ്ങളുമാണ്. ആയുസിന്റെ നല്ലൊരു കാലം ഇത് പഠിച്ചുകൊണ്ട് മാത്രം അവർ ദരിദ്രരായിട്ട് ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. നമ്മൾ കാണുന്ന വക്കീലന്മാർ പേരിൽ, അതായത് 100 പേരിൽ 1% മാത്രമേ ഉള്ളൂ നല്ല രീതിയിലാകുന്നുള്ളൂ. 1000 പേര് വക്കീലാകുന്നുണ്ടെങ്കിൽ 10 പേരെ മാത്രമേ നമ്മൾ പൊതുസമൂഹത്തിൽ എന്നും സക്സസ് ആയിട്ടുള്ളവരെ കാണുന്നു. ബാക്കി എല്ലാവരും ഈ ഫീൽഡ് വിട്ടുപോവുകയോ ഈ ഫീൽഡിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാകുകയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റാതെ മറ്റേറെ ജോലി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിന്റെ കാരണക്കാരാരാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ LLM പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാസ്റ്റർ ഡിഗ്രി കിട്ടുമെന്നുള്ളതാണ്. അതും പോവും. 1 വർഷം തൊട്ട് 2 വർഷം വരെ സമയം ഈ മാസ്റ്റർ ഡിഗ്രിക്ക് LLM എടുത്താലും പോകും. ഇതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം നിയമപരമായിട്ട് കുറച്ച് കൂടുതൽ അറിവുകൾ നേടാൻ, ആഴത്തിൽ പഠിക്കുന്ന നിയമപരമായിട്ട്, കൂടാതെ നമുക്ക് വിദഗ്ധ ഗവേഷണ രംഗങ്ങളിലേക്ക് പോകാം. അതുപോലെ സങ്കീർണ കേസുകളെ പറ്റിയുള്ള കാര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കും. കൂടാതെ അക്കാഡമിക് ആയിട്ട് ഗവേഷണ രംഗങ്ങൾക്ക് ഒരു മെജോറിറ്റി ലഭിക്കുമെന്നല്ലാതെ LLM എടുത്താൽ മറ്റൊരു പ്രത്യേകത ഗുണങ്ങളൊന്നും ഇതുകൊണ്ടില്ല. ഗവേഷണപരമായിട്ടും നിയമപരമായിട്ടുള്ള കുറച്ച് ആഴത്തിൽ പഠിക്കാമെന്നുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായി ജീവി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 5 വർഷം തൊട്ട് 7 വർഷം വരെ പഠിച്ചിറങ്ങുന്ന ഇവരെ കാത്തിരിക്കുന്നത് ചെറുതും വലുതുമായ വലിയ സങ്കടങ്ങളുടെ ലോകത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പഠിച്ച് ജയിച്ചു വന്ന ഇവർ വീണ്ടും എൻറോൾ ചെയ്യണമെങ്കിൽ കേരള, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സങ്കടമാണ്. കേരള ബാർ അസോസിയേഷൻ കൗൺസിലിന്റെ വീണ്ടും അവർ അപേക്ഷ നൽകുകയും ഒരു വലിയ തുക അവിടെ കെട്ടിവെക്കുകയും അവിടുത്തെ ഒരു എക്സാം പാസ്സാവുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒരു സങ്കടം. കേരള ബാർ അസോസിയേഷന്റെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ കേരള ബാർ അസോസിയേഷൻ ചേരാൻ വേണ്ടിയിട്ട് ഒരു തുക കെട്ടിവെക്കണം. ഈ കുട്ടികൾ ഇത്രയും പൈസ മുടക്കി വരുന്നു, അത് നിയമമായിരിക്കും, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇതും ഇവരെ ബാധിച്ച ഒരു ബാധ്യതയിലോട്ട് വരികയാണ്. ഇങ്ങനെ എൻറോൾ ചെയ്താൽ മാത്രമേ ഇവർക്ക് കോടതിയിൽ കയറാൻ സാധിക്കുകയുള്ളൂ. ഈ സമയങ്ങളിൽ ഒന്നും തന്നെ ഇവർക്ക് യാതൊരു രീതിയിലുള്ള ശമ്പളവുമില്ല. ഇവരെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചു വന്ന ഇവർക്ക് യാതൊരു ശമ്പളവും ഇല്ലാതെ എൻറോൾ ചെയ്ത ശേഷം ഇവർക്ക് വേണ്ട ഒരു സ്റ്റൈഫൻഡ് കിട്ടണമെങ്കിൽ ഒരു ഭയങ്കര കടമ്പ കിടക്കേണ്ടതുണ്ട്. ഈ സ്റ്റൈഫൻഡ് 100 പേരിൽ 5 പേർക്ക് പോലും കിട്ടുന്നുമില്ല. അത് കിട്ടണമെങ്കിലുള്ള കടമ്പകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. സ്റ്റൈഫൻഡ് കിട്ടണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. 3 വർഷം വരെയാണ് ഈ സ്റ്റൈഫൻഡ് കിട്ടുന്നത്. അത് 3000 രൂപയാണ് ഈ സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ഈ സ്റ്റൈഫൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ബാർ കൗൺസിൽ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അപേക്ഷ കൊടുക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട്. ഇതിന് വേണ്ടത് ജഡ്ജിയുടെയോ അതുപോലെ മജിസ്ട്രേറ്റിന്റെയോ ഒരു അപ്രൂവൽ വേണം. ഈ സ്റ്റുഡന്റ് അല്ലെങ്കിൽ കുട്ടി ഈ കോടതിയിൽ വരുന്നുണ്ടെന്നും ആ കോടതിയിലെ ആളാണെന്നുമുള്ള ജഡ്ജിയുടെ മജിസ്ട്രേറ്റിന്റെ അപ്രൂവൽ വേണം. കൂടാതെ ഇദ്ദേഹം 5 കേസ്
അത് നമുക്ക് ഒരിക്കലും ഒരു 5 കേസിന്റെ വക്കാലത്തിടണം. ആലോചിക്കുക, ഒരു പുതിയ LLB കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളാണ്. ബാർ കൗൺസിലിന്റെ നിയമപ്രകാരം ഈ സബ്സിഡി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ 3000 രൂപ എന്നുള്ള സ്റ്റൈഫൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കിടക്കേണ്ട കടമ്പയാണ്. ജഡ്ജിയുടെയോ മജിസ്ട്രേറ്റിന്റെയോ അപ്രൂവൽ വേണം. ഈ അപ്രൂവൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ 5 വക്കാലത്ത് ഇടണം. ഈ 5 വക്കാലത്ത് ഇടുന്ന കൂടെ തന്നെ ഈ ബാർ കൗൺസിലിൽ നിന്ന് ഒരു സീലും വാങ്ങിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയ, LLB കഴിഞ്ഞിരിക്കുന്ന പുതിയ വക്കീലിന് ആര് കൊടുക്കാനാണ് പുതിയ കേസുകളൊക്കെ? അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാരണവശാലും അവർക്ക് ഈ സ്റ്റൈഫൻഡ് കിട്ടാനുള്ള യോഗ്യത ഇല്ലാതെയായി പോകും. ഇനി കിട്ടിയാൽ തന്നെ മറ്റൊരു ഒളിഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഒന്നുകിൽ 30 വയസ്സ് പ്രായം വരെ, അല്ലെങ്കിൽ 3 വർഷം. ഇത് 2 കടമകളിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ 3 വർഷത്തിന്റെ ഒരു കാര്യം കൂടെയുണ്ട്, അത് തുടർന്ന് പറയുന്നതാണ്. ഈ വർഷങ്ങളായി പഠിച്ച് LLBയും LLM എടുക്കുന്നവർക്ക് വീണ്ടിരിക്കുന്ന ഒരു തലവേദനയാണ് ബാർ കൗൺസിലിന്റെ ഏറ്റവും വലിയൊരു തലവേദനയാണ്. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്നൊരു എക്സാം ഉണ്ട്, എയ്ബ് എന്ന് പറയും. ഈ എയ്ബ് പാസ്സാകേണ്ട നിർബന്ധമാണ്. എയ്ബ് പാസ്സായാൽ മാത്രമേ കോടതിയിൽ വാദിക്കാനോ കോടതിയിൽ കേസെടുക്കാനോ കോടതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയൊരു ഭാരിച്ച പ്രശ്നമാണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 100 മാർക്കിന്റെ അകത്ത് 40 മാർക്ക് ഇവർ നിർബന്ധമാക്കണം. അത് പഠിക്കേണ്ട പുസ്തകങ്ങളെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പഠിക്കേണ്ട പുസ്തകങ്ങളെ പറ്റി ഇവർ എന്തോരം കഷ്ടപ്പെട്ടാലും ഈ LLB പഠിച്ചു 7 വർഷം LLM കൂടെ എടുത്ത് 7 വർഷം കഴിഞ്ഞ് ഇവർ കോടതിയിൽ ഒരു കേസ് വാദിക്കാമെന്ന് വിചാരിച്ച വിദ്യാധാരണ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എയ്ബ് ഇല്ലാതെ ഒരു രക്ഷയുമില്ല. എയ്ബ് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ വർഷത്തിൽ 1,20,000 പേര് എക്സാം എഴുതുന്നതിനകത്ത് 50,000 പേര് മാത്രമേ വിജയിച്ചുള്ളൂ. അതായത് പകുതിയല്ല, ഒരു 40% മാത്രമേ വിജയിക്കുന്നുള്ളൂ. ഇത്രയും കാശ് മുടക്കി ഇത്രയും ബുദ്ധിമുട്ട് ഈ കുട്ടികൾ, അല്ലെങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഇത്രയും വീടിന് ബാധ്യത വരുത്തി ഈ LLB പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഗുണവുമില്ല. ഏബ് എന്ന് പറഞ്ഞ ഒരു മഹാ കടമ്പ കടക്കാൻ, അത് കടന്നില്ലെങ്കിൽ ഒരു കാര്യത്തിനും കോടതി കയറാനോ പ്രാക്ടീസ് ചെയ്യാനോ ഒരു കേസ് എടുക്കാനോ സാധിക്കില്ലെന്ന് പറയുമ്പം അവരുടെ അവസ്ഥ എന്താണ്? ഇത്രയും ബാധ്യത, 1 രൂപ പോലും ശമ്പളമില്ല, 7 വർഷം പോയി, കൂടാതെ പ്രാക്ടീസ്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവരുടെ. എയ്ബ് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്ന ഈ 3000 കിട്ടുള്ളൂ. അതൊരു വലിയ സങ്കടമാണ്. എയ്ബിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പുസ്തകങ്ങൾ പറഞ്ഞാൽ ഭരണഘടനാ നിയമം പഠിക്കണം, ക്രിമിനൽ നടപടിക്രമ നിയമം പഠിക്കണം, സിവിൽ നടപടിക്രമ നിയമം പഠിക്കണം, തെളിവ് നിയമങ്ങൾ പഠിക്കണം, അതുപോലെ ഒരുപാട് വിഷയങ്ങളായിട്ട് പഠിക്കണം, കരാർ നിയമം പഠിക്കണം. ഇതിലൊക്കെ 40% മാർക്ക് കേട്ടണം. ഈ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഈ എയ്ബിൽ പാസ്സാകുകയുള്ളൂ. ഈ എയ്ബ് പാസ്സായാൽ മാത്രമേ ഇവർക്ക് വക്കീലായി കോടതി കയറാൻ സാധിക്കുകയുള്ളൂ. അത് എയ്ബിനൊരു തടസ്സമുണ്ട്. എയ്ബ് വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ നടക്കുകയുള്ളൂ. ഇത് കിട്ടിയില്ലെങ്കിൽ 1 വർഷം അതേപടി പോകും. അവർക്ക് 3 വർഷം ഇവരുടെ സ്റ്റൈഫൻഡ് കിടക്കണ്ടേ, അതിൻ്റെ അകത്ത് 1 വർഷം കിട്ടിയില്ലെങ്കിൽ ആ സ്റ്റൈഫൻഡിന്റെ കാര്യം പോകാം. ഇനി ഇവർ പാസ്സായില്ലെങ്കിൽ അടുത്ത വർഷം മാത്രമേ അടുത്ത എയ്ബ് എഴുതാൻ പറ്റൂ, ആ വർഷത്തിൽ എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ സ്റ്റൈഫൻഡിന്റെ കാര്യത്തിൽ 3 കൊല്ലം എന്നുള്ള 2 കൊല്ലമായിട്ട് ബാർ അസോസിയേഷൻ അത് ലാഭമായി. ഈ എയ്ബ് കിട്ടിയാൽ തന്നെ വീണ്ടും കിട്ടേണ്ട ചടങ്ങുകളുമായി. കുട്ടികൾ എൻറോൾമെന്റ് എടുത്തു കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് മാത്രമേ അതിന് എൻറോൾമെന്റ് വാലിഡിറ്റി ഉള്ളൂ. ഈ 2 വർഷത്തിനുള്ളിൽ ഈ എയ്ബ് എടുത്താൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനിയാണ് ഇവർ ഭാരിച്ച കടമ്പകളൊക്കെ ചാടിക്കടന്നു വിജയിച്ചു എന്ന് വിചാരിക്കുക. ഇവർക്കുള്ള ശരിക്കുമുള്ള സങ്കടകരമായ അവസ്ഥ വരാൻ പോകുന്ന തുടക്കം ഇവിടെയാണ്. ഇവരിതെല്ലാം പാസ്സായി, എയ്ബ് പാസ്സായി, LLB പാസ്സായി, LLM പാസ്സായി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും പ്രാക്ടീസ് ചെയ്തൊരു വക്കീലിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു കോടതി വാദിക്കാൻ സാധിക്കില്ല. അതിന് അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ കൂടെ അത്യാവശ്യം നല്ല പൊതുസമൂഹത്തിൽ വളരെ പ്രസക്തനായ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, കോടതിയിൽ ഒരുപാട് കേസ് വിജയിച്ചിട്ടുള്ള ഒരു സീനിയർ അഭിഭാഷകന്റെ കൂടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ പോയി ഇന്നലെ പ്രാക്ടീസ് നാളെ ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വെച്ചാൽ ചുരുങ്ങിയത് 5 വർഷം മുതൽ 10 വർഷം വരെ ഈ ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ കൂടെ ഇവർ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഒന്നും ഇവർക്ക് ശമ്പളമില്ല. അപ്പോൾ ഒരു 10 കൊല്ലം, അതായത് 7 കൊല്ലം 8 കൊല്ലത്തോളം ഇവർ പഠിക്കാൻ പോയി. പഠിച്ച ശേഷം 10 കൊല്ലം ഇവര് ഈ ഇതിന്റെ ഫീൽഡിൽ തന്നെ പ്രാക്ടീസ് എന്ന് നമ്മൾ പഠിച്ച പുസ്തകങ്ങളുമായിട്ടോ പഠിച്ച ബുക്കുകളായിട്ടോ യാതൊരു ബന്ധവുമില്ല പ്രാക്ടീസ് ശരിക്കും നിയമവശങ്ങൾ കോടതി കൈകാര്യം ചെയ്യുന്നതും അതാത് ക്ലയന്റ് വരുന്ന അവരുടെ പ്രശ്നങ്ങളും മാത്രമാണ് പ്രാക്ടീസിൽ പഠിപ്പിക്കുന്നത്. അഡ്വക്കേറ്റിന്റെ കൂടെ നിൽക്കുമ്പോൾ ആ പേപ്പറിൽ ഒരു ആക്കുന്നു. അവർ ഇതൊന്നും ഇവർ പഠിച്ചിട്ടുണ്ടാവില്ല കോളേജുകളിലോ അല്ലെങ്കിൽ ലോ നിയമം മാത്രമേ പഠിക്കുന്നുള്ളൂ. കൂടാതെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഡ്വക്കേറ്റ് ആകാനുള്ള യോഗ്യതയോട് ഏറ്റവും ഖണ്ഡിക്കുന്ന ഒരു കാര്യം ഇവർ ഓർമ്മശക്തിയാണ്.
1950 വന്ന നിയമം മുതൽ 2025 വർഷം വരെയുള്ള ഈ കാലഘട്ടം വരെയുള്ള നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം ഒരു അഭിഭാഷകൻ, ഒരു അഡ്വക്കേറ്റ്. ആ വക്കീലിന് മാത്രമേ കേസുകൾ കിട്ടുകയുള്ളൂ. എപ്പോൾ ചോദിച്ചാലും കോടതി മുമ്പിൽ എപ്പോൾ വാദം സംഭവിച്ചാലോ വിസ്താരം സംഭവിച്ചാലോ വാദിയുടെയും പ്രതിയുടെയും വക്കീലായിട്ട് നിൽക്കുമ്പോൾ ഞാൻ നാളെ പറയാമെന്ന് ജഡ്ജിയോട് പറഞ്ഞിട്ട് പോരാൻ ഒരു അഡ്വക്കേറ്റിന് സാധിക്കില്ല. ആ സ്പോട്ടിൽ ഏതാണോ വകുപ്പുകളെന്നും ഏതാണോ ആ കുറ്റകൃത്യത്തിന്റെ മറുഭാഗമെന്നോ കോടതിക്ക് മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വക്കീലിന് വിജയം ഉണ്ടാകുന്നുള്ളൂ. ഈ വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പഠിക്കുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇത്രയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു ഘടകത്തിൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം ഇതുപോലെ അറിവ് നേടുന്ന, ഇതുപോലെ കഷ്ടപ്പെടുന്ന, അതായത് അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം പോരോ, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കണം, ആയിരക്കണക്കിന് അറിവുകൾ നേടണം. ഇന്ന് വന്ന സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ വിധി വരെ അടുത്തൊരു കേസിനെ പ്രതിപാദിക്കുമ്പോൾ പറയേണ്ട വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഓർമ്മശക്തിയോടുകൂടി 1950 പുസ്തകം മുതൽ 2025 പുസ്തകങ്ങളും നിയമങ്ങളും നിയമവശങ്ങളും അതിന്റെ പ്രതികൂല വശങ്ങളും കാണാപ്പാഠം പഠിച്ച് ജയിക്കാൻ വേണ്ടി മാത്രം വാദിക്കുന്ന വക്കീലന്മാരാണ് നമ്മുടെ ലോകത്തുള്ള എല്ലാ വക്കീലും, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വക്കീലും. അവർക്ക് കൊടുക്കുന്ന കേസ്, ഞാനോ നിങ്ങളോ കൊടുക്കുന്ന കേസെല്ലാം വിജയിച്ച് വലിയ സംഭവമാക്കണം എന്ന് ആഗ്രഹിച്ച് വിസ്തരിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു വക്കീലിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വക്കീലന്മാരുടെ ദുരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, 1000 വക്കീലായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് 10, നമ്മളിപ്പം കോടതി കാണുന്ന 10 വക്കീൽ മാത്രമേ ഉള്ളതിലുള്ളൂ. ബാക്കി 990 പേരും ഈ ഫീൽഡിൽ നിന്ന് മാറുകയോ മറ്റെന്തെങ്കിലും ജോലിക്ക് പോവുകയോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വളരെ മോശം അവസ്ഥയിലേക്ക് പോകേണ്ടവരാണ്. അതിന് ഉദാഹരണം പറയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ധനവാന്മാരായ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് അവരുടെ പേരിന്റെ കൂടെ ചേർക്കാൻ വേണ്ടി പിള്ളേരെ ആരെങ്കിലും ഒരു അഡ്വക്കേറ്റ് ആക്കാൻ വിടും. ആ പേരിന്റെ കൂടെ ലാസ്റ്റ് ഒരു LLB എന്നുള്ള മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ പേരിന് നിന്ന കാലം ഇന്ന് മാറി. ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും, എല്ലാ സമൂഹത്തിലെ എല്ലാ ആൾക്കാരും, സാധാരണക്കാരും ദരിദ്രരും ഒന്നുമില്ലാത്തവരും ഈ കുട്ടികളെ കൊണ്ട് LLBക്ക് ചേർക്കുന്നു. അവരെന്തോ ആയി തീരുമെന്ന് വിചാരിക്കും. ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല അവരൊന്നും. ഇത്രയും ദാരുണമായ അവസ്ഥയാണെന്ന് അറിയത്തില്ല. അവർ പോയി LLBക്ക് ചേരുന്നു, പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഒരു വക്കീലിന്റെ ജൂനിയർ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ വക്കീലായിട്ട് ആൾക്കാർ മനസ്സിലാക്കി നടപടിക്രമം വളരെ കഠിനമായിരുന്നല്ലോ, ഇത് പഠിക്കണ്ടായിരുന്നല്ലോ, ഇത് നഷ്ടക്കച്ചവടമാണല്ലോ, ഇതൊരു ഗുണമില്ലല്ലോ. ഇവരുടെ കൂടെ അന്നത്തെ കാലത്ത് ഡിഗ്രിക്ക് പഠിക്കുന്നു, മറ്റെന്തെങ്കിലും ഫീൽഡിൽ പഠിച്ച ആൾക്കാർ ഒരു പക്ഷെങ്കിൽ നേഴ്സായി കാണാം, ഡോക്ടറായി കാണാം, എഞ്ചിനീയറായി കാണാം, മറ്റു നല്ല ജോലികളിൽ ബാങ്കിങ് മേഖലയിൽ പോയിട്ടുണ്ടാകാം. അവരൊക്കെ നല്ല സമ്പുഷ്ടമായിട്ട് സുഖമായിട്ടും നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്തും ശരാശരി 30-35 വയസ്സ് കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാതെ ആകുന്ന നല്ലൊരു ശതമാനം വക്കീലന്മാരുമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കാര്യം അറിയാമായിരുന്നു? ഈ വക്കീലന്മാർ ഈ കൂട്ടിട്ട് നടക്കുന്നതല്ലാതെ ഇവർക്ക് ശമ്പളമില്ല, യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളില്ല. ഞാൻ മുമ്പേ പറഞ്ഞു ബാർ കൗൺസിൽ ഇവർക്ക് സഹായം ചെയ്യുന്നു. ഇതൊന്നും അവർക്ക് കിട്ടുന്ന രീതിയിലുള്ളതല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞ ഇവർക്ക് ഒരു രീതിയിലുള്ള ലാഭങ്ങളുമില്ല. ഇവരറിയാതെ ശരിക്കും പറഞ്ഞാൽ ആരുടെങ്കിലും പ്രചോദനത്തെ വഴങ്ങിയോ അല്ലെ വീട്ടുകാരുടെ ആഗ്രഹത്തിന് വഴങ്ങിയോ കുട്ടികളാണ് LLB പഠിച്ച് അല്ലെ LLM പഠിച്ച് ഈ അഡ്വക്കേറ്റ് ആകുന്നെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് കാര്യമില്ല. ഇതൊരു പാഷനായിട്ട് എടുത്ത ആൾക്കാർക്ക് മാത്രം 1% മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, ഈ നിയമവശങ്ങൾ പിടിച്ചു നിൽക്കാൻ. ബാക്കി എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് അത് പുറത്തു പോകേണ്ടി വരും. പണ്ടൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ, നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. കുടുംബത്തിൽ അങ്ങനെ അപ്പന്മാരും അമ്മമാരുടെ കൂടി ഒരു നേർച്ച നേരും. ക്രിസ്ത്യൻ കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മറ്റു മതസ്ഥരെ ഉദ്ദേശിച്ചില്ല. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ഒരു മകനെ വൈദികനാകാൻ വിട്ടേക്കാം, അല്ലെങ്കിൽ ഒരു മകളെ കന്യാസ്ത്രീയാകാൻ വിട്ടേക്കാം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ടാണ് പണ്ടത്തെ കാലത്ത് ഈ LLB കൂടെ കൂട്ടിച്ചേർത്തിരുന്നത്. നല്ല സാമ്പത്തികമുള്ള ആൾക്കാർ ഈ തൊഴിലിന് പോകുന്നു, അവർക്ക് പേരിന് ഈ തൊഴിൽ അവർ ചെയ്യുന്നില്ല എങ്കിൽ ഇപ്പോൾ പേരുന്നു. ഇത് ഇന്ന് കാലം മാറിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ കാലഘട്ടങ്ങളിലൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ വീണ്ടും പറയുന്നു, ഒരു കൂലിപ്പണിക്ക് പോകുന്ന പൈസ പോലും, ഒരു ബംഗാളി 1000 രൂപ മുതൽ 1500 രൂപയ്ക്ക് ശരാശരി ജോലി ചെയ്യുന്ന പൈസ പോലും, അല്ലെങ്കിൽ ഒരു ആശാ വർക്കർ, അവരെ കുറച്ച് കാണുകയല്ല, ഒരു ആശാ വർക്കർക്ക് 262 രൂപയോളം സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. ആ പൈസ പോലും ഇവർക്ക് കിട്ടുന്നില്ലെന്നൊരു ശോചനമായ അവസ്ഥയുണ്ട്. ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഈ കാണാവുന്ന പുസ്തകങ്ങൾ, നിയമപുസ്തകങ്ങളെല്ലാം പഠിക്കുന്ന ഇവരുടെ ജീവിതത്തെ പറ്റി ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടോ അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി 5 മുതൽ 10 വർഷം വരെ ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ കൂടെ ജൂനിയർ ആയിട്ട് നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഇദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു വക്കീലായി മാറിയെന്ന് സ്വന്തമേ തോന്നുമ്പോൾ ഇദ്ദേഹം എന്നാ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് മാറിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അദ്ദേഹം അന്നേരം ഫ്രഷ് ആയിട്ടൊരു വക്കീലാണ്. അദ്ദേഹം ഒരു ഓഫീസ് തുറക്കുന്നു. ഓഫീസ് തുടങ്ങി ഒരു സ്റ്റാഫിനെ വെക്കുന്നു, ഒരു ഗൊമസനെ വെക്കുന്നു, ഓഫീസ് എക്യുപ്മെന്റ് എല്ലാം റെഡിയാക്കുന്നു. റെഡിയാക്കി എന്നാൽ ആര് കൊണ്ടേ കൊടുക്കാനാ കേസ്?
ഇദ്ദേഹത്തെ പറ്റി യാതൊരു വാല്യൂവും പൊതുസമൂഹത്തിനില്ല. ആർക്കും അറിയില്ല ഇദ്ദേഹം ഒരു വക്കീലാണോ, നല്ല പ്രാക്ടീസ് ഉള്ള വക്കീലാണ്. അങ്ങനെ കുറെ കാലങ്ങൾ ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ വക്കീലന്മാർക്കും ഉണ്ട്. ഇന്ന് സീനിയർ ആയിരിക്കുന്ന വക്കീലന്മാരൊക്കെ അവസ്ഥ തന്നെയാണ്. ഒരു ഓഫീസ് തുടങ്ങി ഇവർ നേരെ വന്ന ഓഫീസിന്റെ അകത്ത് കയറി രാവിലെ ഇരിക്കുന്നു, വൈകുന്നേരം ഈ ബാഗയും പെട്ടിയും തുറന്നുകൊണ്ട് വീട്ടിൽ പോകുന്നു. ഒരൊറ്റ പൈസ അവർക്ക് കിട്ടത്തില്ല, ഓരോ കേസും വരികയില്ല. ഈ കേസ് വരിക എന്ന് വെച്ചാൽ ഇവരെ അറിയണ്ടേ. ഒരുപാട് വക്കീലന്മാർ, ഞാൻ ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ 1000 പേരിൽ 10 വക്കീൽ ശോഭിച്ചിരിപ്പുണ്ട്. അവർ സീനിയർ വക്കീലന്മാരായിട്ടുണ്ട് കേസുകൾ കൊണ്ട്. അവരാകാൻ വേണ്ടി, അഥവാ യൗവനം, നല്ലൊരു യൗവനം, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 40 വയസ്സ് വരെയൊക്കെ തന്നെ ഇവരുടെ ഈ ജോലിക്കകത്ത് വെറുതെ പോകും. കാരണം അതിനകത്ത് സമർത്ഥരായ ആൾക്കാർ വേണം. പിന്നീട് സ്വന്തമായിട്ട് ഓഫീസ് തുടങ്ങിയാലും അവിടെ ആള് വരാനും, ഒരു കസ്റ്റമർ വരാനും, ഒരു ക്ലയന്റ് വരാനും, ആ ക്ലയന്റിന്റെ കേസ് വാദിക്കുകയും ചെയ്ത് ആ കേസ് വാദിച്ച് 1-2 കേസ് വാദിച്ച് വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. ഇതില്ലെങ്കിൽ ഇവർ ഈ നല്ലൊരു ശതമാനം ഫീൽഡ് വിട്ടുപോകും. അതായത് ഈ 10 കൊല്ലത്തോളം 5 തൊട്ട് 10 കൊല്ലം വരെ പ്രാക്ടീസ് ചെയ്ത് ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങി, അവിടെ ഒരു ഗുമസ്തനെ വെച്ചു, ക്ലർക്കിനെ വെച്ചു, അതുപോലെ തന്നെ ഓഫീസ് സാധനങ്ങൾ വാങ്ങിച്ചു, ഓഫീസ് സ്റ്റാഫിനുകളെ വെച്ചു, കരണ്ട് വാടക എല്ലാം കൊടുത്ത് ചെയ്തിട്ടും ഇവർക്ക് കേസ് കിട്ടിയില്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഒന്നാമത് ലോൺ നിൽക്കുന്നു പഠിച്ചതിന്റെ, രണ്ടാമത് ഇത്ര വർഷം ചുമ്മാ ജൂനിയർ ആയിടുന്നതിന്റെ നഷ്ടങ്ങൾ. ഈ കൂടാതെ പ്രാക്ടീസ് സ്വന്തമായിട്ട് തുടങ്ങി കഴിഞ്ഞാലും വിജയിക്കാൻ പറ്റണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ കേസ് കിട്ടുകയും അത് വിജയിക്കുകയും ചെയ്യണം. വലിയൊരു കടമ്പ തന്നെയല്ലേ ഇത്. LLB പഠിക്കുന്ന കാലം തൊട്ട് അവർ മരിക്കുന്ന കാലം വരെ, വക്കീലായി മരിക്കുന്ന കാലം വരെ എപ്പോഴും നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്ന ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുള്ള ഇവർ ഇത്രയും കാലങ്ങൾ കഷ്ടപ്പെട്ടിട്ടും ഇവരൊന്നാകാതെ പോകുന്നതിന് ഈ സർക്കാരോ സ്വയമേ ഈ കോടതികൾക്ക് അറിയാലോ ഈ സർക്കാർ എന്തെങ്കിലും നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ? അത് വലിയ ചോദ്യചിഹ്നമാണ്. അത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ കോടതി തന്നെ, അതായത് ജഡ്ജിയോ മജിസ്ട്രേറ്റോ ഒക്കെ ഈ ഭാഗങ്ങളിൽ തന്നെ കടന്നു വന്നവരല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഭരിക്കുന്നവർ എല്ലാം കൂടെ ആ പേരിന്റെ കൂടെ താഴെ LLB നല്ലൊരു ശതമാനത്തെ കാണും. അവരാ നമ്മളെ നിയമങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്നതും നമ്മളെ ഭരിക്കുന്നതും നമുക്ക് സർക്കാർ ഉണ്ടാക്കി തരും. സർക്കാരിന്റെ പല മേഖലകളിലും നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അവര് പോലും ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഇവരെ മറന്നു പോകുന്നു. അവരൊക്കെ തന്നെ ഒരുപക്ഷെ MLA ആയി MP ആയി ഇവർ ചെല്ലുന്നതിന്റെ പുറകിൽ ഇവരുടെ പേരിന്റെ കൂടെയൊക്കെ LLB ഉണ്ടാവും. ഇവര് ഭരണഘടനയിൽ ചെന്നിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരോട് ജീവിച്ചിരിപ്പുണ്ടെന്നും ഞങ്ങളും ഇത് പഠിച്ചു വന്നാൽ ഇവർക്കൊരു കൂലി കൊടുക്കണമെന്ന് ഇന്ന് വരെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു ജഡ്ജി, ഏതെങ്കിലും ഒരു കോടതി ഇവർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടോ? ഇവർക്ക് വേണ്ടി വാദിക്കാതെ കൊണ്ട് പറ്റുന്ന എന്താണ്? സാധാരണക്കാരായ നമ്മളെ പോലെ ആൾക്കാർ, എന്റെ വീട്ടിൽ ആരും വക്കീലില്ല കേട്ടോ, ഞാൻ വക്കീലല്ല, എന്റെ വീട്ടിലും വക്കീലില്ല, ഞാൻ ഇവരെ പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ. സാധാരണക്കാരനായ ഒരാൾ ഒരു കേസുമായിട്ട് ചെല്ലുമ്പോൾ ഇവർ സീനിയർ വക്കീലായി കഴിഞ്ഞിട്ടല്ലേ അയാളുടെ കേസ് നമ്മൾ കൊടുക്കുള്ളൂ. വിജയിക്കുന്ന വക്കീലിന് കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ഇവർക്ക് യാതൊരു മനസാക്ഷി, അത് അവരെ കുറ്റപ്പെടുന്നല്ല, ഇവർക്ക് യാതൊരു മനസാക്ഷി ഇല്ലാതെ ഈ ഫീൽഡിൽ, കാരണം അവരതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലെവലിൽ വന്നേക്കുന്നത്. അവർ കൂലി വാങ്ങി നമ്മളോട് പ്രതിഫലം വാങ്ങിക്കുന്നു. അവർക്ക് നിശ്ചിതമായ ശമ്പളം ഇല്ലാത്തതുകൊണ്ട് അവരുടെ വായി തോന്നുന്നു. അവർ ജയിച്ച കേസുകളെ അടിസ്ഥാനമായിട്ടാണ് അവർക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ കീഴ്ക്കോടതിയിൽ കിട്ടുന്നത്. അപ്പൊ ആ കീഴ്ക്കോടതിയിൽ ജയിച്ചതിന്റെ അവർക്ക് ഒരു ശക്തി കയറി അവർ മനസ്സിൽ തോന്നിക്കഴിയുമ്പം അവർക്ക് ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയി. 10, 20, 25 കൊല്ലത്തോളം ഫ്രോഡ് ചിന്തിച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ കണ്ടമാനം ഫീസ് ചോദിക്കുകയുണ്ടാവും. ഈ ഫീസ് അഫോർഡ് ചെയ്യാണ്ട് സാധാരണക്കാരായി നമ്മളെ പോലുള്ള തീരെ ദാരിദ്ര്യത്തിലുള്ളവർക്കും പറ്റാതെ വരും. അങ്ങനെ പറ്റാതെ വരുമ്പം നമ്മുടെ നിയമ നടപടിക്കകത്ത് വലിയൊരു ഒളിഞ്ഞിരിക്കുന്ന സങ്കടകരമായ കാര്യമുണ്ട്. ശരിയുടെ കൂടെ അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ആൾക്കാരില്ലാതെ വരും, വക്കീലന്മാരില്ലാതെ വരും. കാരണം വക്കീലന്മാർക്കും അവർ പഠിച്ചു വന്ന ശേഷം പൈസ മതി എന്നൊരു ആഗ്രഹത്തിലൂടെ അവരെത്തും. കാരണം മനുഷ്യരെല്ലാവരും ജോലി ചെയ്യുന്ന ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും താമസവും പാർപ്പിടത്തിനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജോലി ചെയ്യുന്ന രാജ്യസ്നേഹം പറയുന്ന പട്ടാളക്കാരാണെങ്കിൽ അവർ ഫ്രീ ആയിട്ടല്ല ജോലി ചെയ്യുന്നത്, അവർ ശമ്പളം വാങ്ങിക്കുന്നുണ്ടാ. ശമ്പളം ഇല്ലാത്ത ഒരു ജോലി ചെയ്യാൻ പറഞ്ഞ് ആരെങ്കിലും ഒരു സൈനിക സ്ഥാപനത്തിലോട്ട് വിളിച്ച് ആരും തന്നെ പോകുന്ന എനിക്കറിയില്ല, പോകാൻ ചാൻസ് കുറവായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യന് ജീവിതം എന്ന് പറയുന്ന കാര്യമാണ്. ഭക്ഷണം നിർബന്ധിതമായ കാര്യമാണ്. വസ്ത്രം, പാർപ്പിടം രണ്ടാമതും മൂന്നാമതായിട്ട് വേണ്ടതാണ്. ഈ 3 കാര്യങ്ങളും ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ തഥാസമയം ഈ സർക്കാരോ ഈ ഭരണകൂടമോ ഇവിടെ പഠിക്കുന്ന സർക്കാരുകളോട് അനുബന്ധം നിൽക്കുന്ന നിയമ നടപടി ചെയ്യുന്ന ആൾക്കാരോ കോടതിയോ, ഈ വീഡിയോ എന്നെ കാണുന്ന കോടതിയെങ്കിലും ഈ കോടതിയുടെ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരിലോട്ട് ഈ വീഡിയോ ചെല്ലട്ടെ, ഇത് അതുപോലെ ഷെയർ ചെയ്യുവാൻ ഇടയാകട്ടെ, ഇത് വക്കീലന്മാർക്ക് ഗുണകരമായി തീരുന്ന ഒരു വീഡിയോ ആകട്ടെ എന്ന് പറയാൻ കാരണം ഈ കോടതി സ്വമേധ കേസ് എന്തേറെ കേസുകൾ എടുക്കുന്ന കോടതി സ്വമേധ, ഇവരുടെ കാര്യത്തിൽ ഈ കോടതി സ്വമേധ എടുത്താൽ പല കാര്യങ്ങൾ കോടതിക്കും ചെയ്യാൻ ഗുണകരമാകും. കാരണം കോടതി എപ്പോഴും മാറ്റി വെക്കുന്ന, അതായത് എപ്പോഴും അവധിക്ക് അപേക്ഷ നീട്ടിയിട്ട് കൊടുക്കുന്ന ചെറിയൊരു ലാഭം ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പൊതുജനമായി എനിക്ക് തോന്നുന്നു.
അല്ലെ ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഈ ഇന്ന് ഒരു കേസിന് വിധിക്കെടുത്ത് കഴിയുമ്പോൾ അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കുന്നതിന് കാരണം ആ 2 മാസം കഴിയുമ്പോൾ ഈ വക്കീലിനെ ആ പ്രതിയോ വാദിയോ വന്ന് കണ്ട് അവർക്ക് എന്തെങ്കിലും തുച്ഛമായ പൈസ ഫീസ് കൊടുത്ത് വീണ്ടും അവർക്കുള്ള വരുമാനം അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. കോടതിക്ക് വേണമെങ്കിൽ ആ കേസ് 1-2 സിറ്റിംഗിലൂടെ തന്നെ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ, സിവിൽ കേസുകളൊക്കെ ആണെങ്കിൽ അത് പഠിച്ച് തീർപ്പുണ്ടാക്കാം. പക്ഷെ കോടതിയും കേസിന്റെ കൂടുതലാക്കിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നതിന് ഒരു പരിധി വരെ സഹായിക്കുന്നതാണെന്ന് വിചാരിക്കാം. എന്നാലും കോടതികൾ ഇടപെട്ടിട്ട് ഈ പറഞ്ഞ അഡ്വക്കേറ്റുമാർക്ക്, ഈ പറഞ്ഞ വക്കീലന്മാർക്ക് ഒരു ശമ്പളം, നിർദ്ദിഷ്ടമായ ഒരു ശമ്പളം അവർക്ക് ജീവിക്കാൻ, അവർക്ക് ഒരുപാട് അഹങ്കാരത്തിൽ ജീവിക്കാനല്ല, അവർക്ക് സ്വന്തമായിട്ട് അവർ കാര്യങ്ങൾ നടത്താൻ ശമ്പളം കൊടുത്താൽ അവർക്ക് നീതിയോടുകൂടി, നീതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിയോ വാദിയോ വരുമ്പോൾ അവൻ കുറ്റം ചെയ്താണ് ഞാൻ ഈ കേസ് എടുക്കത്തില്ല, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പറ്റും അവർക്ക്. കാരണം അവർ പറയുകയാണ് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എനിക്ക് കോടതി, ഞാൻ വാദിക്കുന്നതിനും എനിക്ക് ഒരു സർക്കാർ പൈസ തരുന്നു, എനിക്ക് ഇത്രയും പൈസ ഉണ്ട്, ഞാൻ ഈ കേസ് എടുക്കുകയില്ല. ഇന്ന് അങ്ങനെയല്ല. ഇത്രയും കാലത്ത് ഇവർ കഷ്ടപ്പെട്ടിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓഫീസും തുറന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറ്റം ചെയ്തവനാണോ നല്ലവനാണോ നോക്കാതെ തന്നെ ഇവർ ആ കേസ് ഏറ്റെടുക്കേണ്ടി വരും. കാരണം അവർക്ക് ജീവിച്ചു പറ്റുള്ളൂ, അവർക്ക് ബുദ്ധിമുട്ട് ജീവിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഫീസ് എത്ര കൂടുതൽ പറയുന്നു ആ കൂടുതലിന് വേണ്ടി മാത്രം വാദിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഷെയർ ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ടവരിൽ എത്തുന്നവരെ വരെ ഇത് ഷെയർ ചെയ്യുക. ഈ വക്കീലുമാരെ, നിങ്ങൾ കണ്ട കറുത്ത കൂട്ടിട്ട വക്കീലുമാരുടെ അവസ്ഥ ഇത്രയും മോശമായിരുന്നെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അവരുടെ ജീവിതം ഇത്ര ബുദ്ധിമുട്ടാണെന്ന് എത്ര പേർക്കറിയാം? ഒരു നേരത്തെ ആഹാരത്തിന് ഇല്ലാതെ ജൂനിയറായിട്ട് ജോലി ചെയ്യുന്ന എത്രയോ 100 കണക്കിന് വക്കീലുമാരുണ്ടാകും. ഞാൻ പലരെയും പോയി നേരിട്ട് കണ്ടിരിക്കുന്നു. എന്റെ വീടിന്റെ അടുത്തൊരു ലോ കോളേജ് ഉണ്ട്, അവിടുത്തെ സ്റ്റുഡൻസിനെ പോയി ഞാൻ കണ്ടിരുന്നു. അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിരുന്നു. അവരൊക്കെ ഈ പഠിക്കുമ്പോൾ ഒന്നും അറിയാതെ പഠിക്കുന്നത്. അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന കാലം തൊട്ടാണ് ഇതൊരു അബദ്ധമായി പോയല്ലോ എന്ന് വിചാരിക്കുന്നത്. പലരുടെയും ഇമേജിന്റെയും പ്രസ്റ്റീജിന്റെയും വിഷയമായതുകൊണ്ട് ഇത് തുടരുന്നതാണ്. അവർക്ക് വേണ്ടപ്പെട്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും ചെല്ലുവാൻ ഈ വീഡിയോ ഗുണകരമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ജഡ്ജിമാരോ മജിസ്ട്രേറ്റുമാരോ ഭരണകർത്താക്കളോ ഇതൊരു ഗുണകരമായ വീഡിയോ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും അവരെ സഹായിക്കുക. ഞാൻ എന്തെങ്കിലും നിയമപരമായിട്ട് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കണക്കിലാക്കുക. എന്റെ വീഡിയോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അധികാരികളിൽ എത്തും വരെ ഷെയർ ചെയ്യുക. അതെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നല്ല നല്ല വീഡിയോകൾ ഇടണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പറയേണ്ടത്, ഈ ബാർ കൗൺസിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ വളരെ അനുകൂലമായിട്ടൊരു ഘടകം ഇതിൽ നിന്നുണ്ടാക്കി ഈ സാധാരണക്കാരായ ഇന്ന് വളരെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റുമാരുണ്ട്. അവരെയൊക്കെ കണ്ട് അവർക്കൊക്കെ വേണ്ടുന്ന ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ എല്ലാ രീതിയിലും ബാർ കൗൺസിൽ ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് പെൻഷന്റെ കാര്യം ചെയ്യാം. പെൻഷന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ന് പെൻഷനൊന്നും ആർക്കും കൊടുക്കുന്നില്ല. പെൻഷൻ പലർക്കും കിട്ടാഴികയുണ്ട്, അതിന്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. പലർക്കും ഒരുപാട് കാര്യം പറയാനുണ്ട്. ബാർ കൗൺസിൽ സീനിയർ ആയിട്ടുള്ള ജൂനിയർ ആയിട്ടുള്ള വക്കീലന്മാരെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായങ്ങളൊന്ന് ആരാഞ്ഞാൽ അവർക്ക് എന്തെല്ലാം സങ്കടങ്ങളുണ്ട്. ഈ പഠിച്ച് പ്രാക്ടീസ് എൻറോൾ ചെയ്ത ആൾക്കാരുടെ ജീവിതത്തെ പറ്റി ബാർ കൗൺസിൽ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും അവർക്ക് അവസരം കിട്ടുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഒരു സമയം ചെലവാക്കി അവരെയും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലൊരു കോടതിയും നല്ലൊരു നിയമവും നല്ലൊരു നിയമസാധ്യതയും സാധാരണക്കാരായ ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് കിട്ടുകയും ഞങ്ങൾക്ക് കോടതിയിൽ വാദിക്കാൻ നല്ലവരായ വക്കീലന്മാരെ ലഭിക്കുകയും പുതിയ തലമുറ വക്കീൽ എന്ന ജീവിതമാർഗത്തിലേക്ക് വരികയും ചെയ്യും. അല്ലെങ്കിൽ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ ഈ നാട്ടിൽ വക്കീലന്മാരില്ലാതെ വരും. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഏത് തൊഴിൽ ചെയ്താലും അതിന് വേതനമുണ്ട്. ആ വേതനം കൊടുക്കാതെ ഒരു തൊഴിലും ആരും ചെയ്യുന്നില്ല. അപ്പോൾ ജീവിതം എല്ലാവർക്കും ഉള്ളതാണ്. ഈ പറയുന്ന ജഡ്ജിമാർക്കും മജിസ്ട്രേറ്റുമാർക്കും ഭരണാധികാരിമാർക്കും ഒക്കെ ശമ്പളമുണ്ട്, നല്ല രീതിയിൽ ജീവിക്കാൻ ശമ്പളമുണ്ട്. ഇവർക്ക് ശമ്പളമില്ലാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മളെല്ലാം ജനങ്ങളും മനസ്സിലാക്കണം. ഇവർക്ക് എന്ത് ചെയ്യണമെന്നും ഇവരെന്താണ് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. തീർച്ചയായിട്ടും നല്ല വീഡിയോ ആണെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണും വരെ ഓക്കെ.